ഹലോ എവരിവൺ. സ്വപ്നം കാണാൻ ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ജീവിത വിജയത്തിന് ഉതകുന്ന വലിയ സ്വപ്നങ്ങൾ കാണണമെങ്കിൽ ആ സ്വപ്നങ്ങൾ കാണേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുക തന്നെ വേണം. എന്താണ് വലിയ സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത് അല്ലെ, വലിയ സ്വപ്നങ്ങൾ വേണം നിങ്ങൾ കാണാനെന്ന്. അതിന്റെ അർത്ഥം പലരും കരുതുന്നത് എന്നെ കൊണ്ട് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തില് ബിഗ് ഡ്രീംസ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ടേം ആണെന്ന് നമുക്ക് പറയാം. അതായത് ഇതുവരെയും നിങ്ങൾക്ക് ഒരു സ്വപ്നം പോലും ഇല്ലാത്ത, അല്ലെ ലൈഫ് ഇങ്ങനെ പോകുന്നു, അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാള് അവർക്ക് നേടാൻ പറ്റുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിനെയും നമ്മൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബിഗ് ഡ്രീം ആണെന്ന് തന്നെ പറയാം. സോ എങ്ങനെ നമുക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സസ് കൊണ്ടുതരുന്ന സ്വപ്നങ്ങൾ കാണാനായിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. സ്വപ്നം കാണണമെങ്കിൽ ആദ്യം എന്തു വേണം? നമുക്ക് ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം അല്ലെ? സ്വപ്നം ഉണ്ടെങ്കിലല്ലേ സ്വപ്നം കാണാൻ പറ്റൂ. നമ്മളിൽ പലർക്കും നല്ല നല്ല സ്വപ്നങ്ങളില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു 5 മിനിറ്റ് ഇരുന്ന് ആലോചിക്കുക. എന്റെ ലൈഫിൽ ഏത് പ്രായത്തിലുള്ള ആളും ആയിക്കോട്ടെ, നിങ്ങളിപ്പോ ചില വ്യക്തികൾ വിചാരിക്കും ഞാൻ ഒരു ഓൾഡ് ഏജ് പ്രായമായി, ഇനി എനിക്ക് എന്ത് സ്വപ്നം? നമ്മുടെ ഏത് പ്രായത്തിലും നമുക്ക് സ്വപ്നങ്ങൾ കാണാനായിട്ട് ആരും നമുക്ക് വിലങ്ങുതടിയല്ല. നമ്മൾ മാത്രമാണ് പലപ്പോഴും നല്ല നല്ല ലക്ഷ്യങ്ങൾ നേടാനും നല്ല സ്വപ്നങ്ങൾ കാണാനും ഒക്കെ നമുക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ലൈഫിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ ജീവിതത്തിന് അർത്ഥം തരുന്ന ഒരു നല്ല സ്വപ്നം നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. നേടിയെടുക്കാൻ എനിക്ക് ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം. അങ്ങനെ ഒരു സ്വപ്നം സെറ്റ് ചെയ്താൽ അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സ്വപ്നം നേടിയെടുക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് ഉള്ള ഒരു വിശ്വാസം, അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മളിൽ പലർക്കും ഇല്ലാത്തതും അത് തന്നെയാണ്. ഈ സ്വപ്നം വേണം ജീവിതത്തിൽ വിജയിക്കാൻ എന്ന് കരുതി നമ്മളൊക്കെ പലപ്പോഴും ഡ്രീംസ് ഒക്കെ സെറ്റ് ചെയ്യും. പക്ഷെ അപ്പോഴും സംശയമാണ് ഉള്ളിൽ, എന്നെ കൊണ്ട് പറ്റുമോ? എന്നെ കുറിച്ച് എല്ലാവരും പറയുന്നത് എന്നെ ഒന്നിനും കൊള്ളില്ല. എൻ്റെ പേരൻസ് ആണെ പോലും, എൻ്റെ സ്വന്തം ആളുകൾ പോലും എന്നെ കുറിച്ച് നല്ലതൊന്നും പറയുന്നില്ല. ഞാൻ കടന്നുപോയ വഴികളിലെല്ലാം എനിക്ക് പരാജയമാണ്. ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ പലപ്പോഴും അലട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നേടിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാത്തത്. നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെ അല്ല, നമ്മളുടെ സ്വന്തം ചെറുപ്പകാലത്തെ കുറിച്ചൊക്കെ ഓർത്ത് നമുക്കറിയാം, ബാല്യത്തിൽ നമുക്ക് സ്വപ്നങ്ങൾക്ക് അതിരില്ല അല്ലെ? ആ ഒരു ചെറിയ കുട്ടിയോട്, നമ്മുടെ കുട്ടികളോടാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന സ്വപ്നം കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള സ്വപ്നമാണെങ്കിൽ പോലും അവരതിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകളായിട്ട് നമുക്ക് തോന്നും അല്ലെ? ചിലപ്പോൾ കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാൽ എനിക്ക് ആകാശത്തോടെ പറക്കണമെന്നായിരിക്കും. വലിയ വലിയ ഭാവനകളാണ് കുട്ടികൾക്കുള്ളത്. പിന്നെ എപ്പോൾ മുതലാണ് നമ്മളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകൾ വരുന്നത്? നമ്മൾ വളർന്നു വരുമ്പോൾ, പല പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല വ്യക്തികളും, അത് നമുക്കുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ നിന്നെ ഒന്നിനും കൊള്ളില്ല, നിനക്ക് കഴിവില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെ ആ പല്ലവി കേട്ട് കേട്ട് നമ്മൾ തന്നെ നമുക്ക് ഒരു വാല്യൂ, ഒരു വില നിശ്ചയിച്ചിരിക്കുകയാണ്. എൻ്റെ വില എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ലേ? ഈ ഒരു ചിന്താഗതിയാണ് നമ്മൾ മാറ്റേണ്ടത്. നമുക്കൊക്കെയും കഴിവുകളുണ്ട്. അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല, പക്ഷെ നമ്മൾ അത് തിരിച്ചറിയാൻ ശ്രമിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മളിൽ വിശ്വസിക്കണം. നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ പഠിക്കുകയും ചെയ്യണം. എങ്ങനെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാം? അതിന് നമ്മളുടെ തന്നെ ലൈഫിനെ കുറിച്ച് നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളും ഹാർഡ് ടൈംസും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ഞാൻ എങ്ങനെ തരണം ചെയ്തു, അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഞാൻ എങ്ങനെയാണ് ആ ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകും. ഏതായാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിജയിച്ച് ഞാൻ വന്നെങ്കിൽ ഇനിയും മുമ്പോട്ടും എനിക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡലായിട്ട് മനസ്സിൽ കരുതുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളാണ്, അല്ലെ നമ്മുടെ ചുറ്റിനൊക്കെ ആയാലും ഒരുപാട് ബുദ്ധിമുട്ടുള്ള, അല്ലെ ദുരിതം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ വിജയിച്ച് ഉന്നതമായ പദവികളിൽ എത്തുന്ന ഒരുപാട് റോൾ മോഡലുകളുടെ ലൈഫ് നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പൊ നമ്മളുടെ സ്വന്തം എക്സ്പീരിയൻസും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങളും നമ്മളുടെ ലൈഫിൽ ഇൻസ്പിറേഷനും സെൽഫ് മോട്ടിവേഷനും ഉണ്ടാക്കിയെടുക്കാനായിട്ട് യൂസ് ചെയ്യണം. വലിയ സ്വപ്നങ്ങൾ കാണാൻ പലപ്പോഴും നമുക്കൊക്കെ വിലങ്ങുതടിയായി നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭയം എന്ന് പറയുന്നത്. 2 തരത്തിലാണ് ഈ ഭയം ഉള്ളത്. ഒന്ന് പരാജയത്തെയും മറ്റൊന്ന് വിജയത്തെയും ഭയമാണ്.
എന്താണ് ഈ പരാജയത്തെ ഭയം എന്ന് പറയുന്നത്? നമ്മുടെ സ്വപ്നം നേടിയെടുക്കാനുള്ള യാത്രക്കിടയിൽ, അല്ലെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഞാൻ തോറ്റുപോവോ, എനിക്ക് അവിടെ അൾട്ടിമേറ്റ് ആയിട്ട് എത്താൻ സാധിക്കുമോ, ഇനി സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ എന്തു പറഞ്ഞു പരിഹസിക്കുമോ, അല്ലെങ്കിൽ അവരെ ഞാനിങ്ങനെ ഫേസ് ചെയ്യും, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മളൊരു തീരുമാനമെടുത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ ലൈഫിൽ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത് ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, പക്ഷെ നിങ്ങൾ ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല, മനസ്സിനാകെ എപ്പോഴും സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും ആണെങ്കിൽ നിങ്ങൾ ആ ജോലി ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ചുറ്റിനുമുള്ള നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പലപ്പോഴും നീ ഈ കാണിക്കുന്ന മണ്ടത്തരമാണ്, അല്ലെങ്കിൽ ഇതൊന്നും ചേർന്നതല്ല എന്നുള്ള ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ എപ്പോഴും അവർ പറഞ്ഞത് കാണും. അപ്പൊ ഞാൻ തിരഞ്ഞെടുക്കുന്ന പുതിയ വഴി എനിക്ക് സന്തോഷം തരാൻ വേണ്ടി, അല്ലെങ്കിൽ എന്റെ ലൈഫിന് അർത്ഥം തരുന്ന ആ വഴിയിലോട്ട് ഞാൻ പോയാൽ, പരാജയപ്പെട്ടു പോയാൽ ഇവരെയൊക്കെ, സമൂഹത്തെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ഇങ്ങനെ നമ്മുടെ ഭയങ്ങൾ പലതരത്തിലാണ്. അപ്പൊ ഈ ഭയങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ട, അല്ലെ ആ ഒരു സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പരാജയം എന്ന് പറയുന്നത് നമ്മൾ സമൂഹം, അല്ലെങ്കിൽ ആ ഒരു ഇതുവരെയും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോഷ്യൽ സ്കീമ എന്ന് പറയുന്നത്, ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത് അത് വീക്ക് പോയിന്റ് ആണ്. നമ്മളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമുക്ക് കഴിവില്ലാത്തതിന്റെ ഒരു അടയാളമാണെന്നാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പരാജയത്തിന്റെ വഴിയിലൂടെയും, അല്ല എങ്കിൽ ഓരോ തവണയും വീഴ്ചകളിലൂടെ നമ്മൾ പഠിക്കുകയുള്ളൂ. ആഗ്രഹിക്കുന്ന വിജയത്തിൽ എത്തണമെങ്കിൽ ഈ പരാജയങ്ങളെ ജീവിത പാഠങ്ങളായിട്ട് മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പിലേക്കും കയറുന്നതിന് ഉള്ള ആ അനുഭവം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ, അല്ലെ സ്വായത്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പരാജയങ്ങളെന്ന് ഉള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. ചെറുപ്പം മുതലേ സ്കൂളിലാണെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ തോറ്റുപോയാലോ, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും വീട്ടിൽ നിന്നും ഒക്കെ കേൾക്കുന്നത് പിന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെ പരാജയപ്പെട്ടു പോവാന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമെന്നാണ്. അങ്ങനെ ചെറുപ്പം മുതലേ കേട്ടു വന്നതുകൊണ്ടാണ് ഒരു ഫെയിലിയർ, അല്ലെ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതം ഇല്ല, അല്ലെ അവിടെ തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാവുക. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഭയമാണ് സക്സസിനെ ഭയം. കേൾക്കുമ്പോൾ ഓർക്കും അങ്ങനെ ഒരു ഭയം ഉണ്ടോന്ന്. അങ്ങനെയും ഒരു ഭയമുണ്ട്. ഞാൻ ഇനി ആഗ്രഹിക്കുന്ന ഒരു ഉയർന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞാൻ ആ ഒരു പൊസിഷനിൽ എത്തിയാൽ, അയ്യോ എന്റെ ചുറ്റിനുമുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്റെ കൂട്ടുകാരും അല്ലെ എന്റെ റിലേറ്റീവ്സ്, ഞാൻ എന്റേതെന്ന് കരുതുന്ന ആ സൗഹൃദ വലയം, അല്ലെങ്കിൽ എന്റെ ആ ഒരു ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെടുവോ, അവരൊക്കെ എന്നോട് അസൂയോടെ എന്നെ നോക്കി കാണുവോ, എന്നിൽ നിന്ന് അകലുമോ, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ഭയങ്ങൾ, ഞാൻ വിജയിച്ചാൽ എനിക്ക് ഉണ്ടാകാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം. അപ്പൊ ഇത് രണ്ടിനെയും നമ്മൾ എടുത്തു മാറ്റാനായിട്ട് തയ്യാറാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യം. യൂസ് യുവർ ഇമാജിനേഷൻ. നമ്മൾ ഒരു വലിയ സ്വപ്നം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ സ്വപ്നത്തിൽ, അല്ലെ ആ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിക്കഴിഞ്ഞാലുള്ള ആ എനിക്ക് കിട്ടുന്ന റെസ്പെക്ട്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം, അത് നമ്മൾ ഇമാജിൻ ചെയ്യുക, ഭാവനയിൽ കാണാൻ, വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെയധികം നമുക്ക് സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ തരുന്ന ഒരു വലിയ കാര്യമാണ് നമ്മളുടെ ഇമാജിനേഷൻ പവർ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു വലിയ പൊസിഷനിൽ, അല്ലെ പഠിച്ച ഒരു എക്സാം പാസ്സായിട്ട്, അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, ഒരു ജീവിതാന്തസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിൽ നിങ്ങൾ എത്തി എന്ന് ഉള്ള രീതിയിൽ, ആ എത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ആ സമൂഹത്തിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന വില, നിങ്ങൾക്ക് നിങ്ങളോട് തോന്നുന്ന മതിപ്പ്, ഇതൊക്കെ നിങ്ങൾ ആ ഫുൾ സിനാരിയോ നിങ്ങളുടെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. ഇത് പലപ്പോഴും നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ യാത്രയ്ക്ക് ആക്കം കൂട്ടാൻ സഹായിക്കും. അതോടൊപ്പം ഒരു ഉത്സാഹം, നമ്മൾ അങ്ങനെ ഒരു ഇമാജിനേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നല്ലൊരു ആത്മവിശ്വാസമാണ്, കൂടുതൽ ഉത്സാഹം തോന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ. അതോടൊപ്പം ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ ആ സീൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ ആഗ്രഹിച്ചത് ഇതാണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണോ എന്ന്? അതോ മറ്റാരെങ്കിലും ഒക്കെ അവരുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്ത ഒരു ലക്ഷ്യം അവരുടെ ജീവിത വിജയം കണ്ടുകൊണ്ട് ഞാൻ സ്വീകരിച്ചതാണോ, എനിക്ക് വേണ്ടിയത് തന്നെയാണോ ഇത് എന്നൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാനായിട്ടും നമ്മൾ ശ്രമിക്കുക. എൻജോയ് ദ പ്രോസസ്. നമ്മുടെ സ്വപ്നത്തിലേക്ക്, അല്ലെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഓരോ പടികളും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല, അല്ലെ അതൊരു ലോങ് പ്രോസസ് ആയിരിക്കും. പലപ്പോഴും മടിയും അലസതയും അല്ലെങ്കിൽ മടുപ്പും ഒക്കെ നമ്മൾ എല്ലാവർക്കും തോന്നും. അപ്പൊ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ ഓരോ പടികളും നമ്മൾ എൻജോയ് ചെയ്ത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ശ്രമിക്കുക. മടുപ്പ് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ചെയ്യാനും നമുക്ക് ഉത്സാഹം കാണില്ല. ചെറിയ ചെറിയ വിജയങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു ടേണിംഗ് പോയിന്റിൽ നമ്മൾ ഒരു ഘട്ടത്തിൽ എത്തി കഴിയുമ്പോഴൊക്കെയും ആ ഒരു വിജയത്തിൽ നമ്മൾ ആ സന്തോഷം കണ്ടെത്താൻ അല്ലെ അതൊന്ന് സെലിബ്രേറ്റ്, ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിൽ പോലും ആഘോഷിക്കാൻ പഠിക്കുക. അങ്ങനെ നമ്മുടെ ഡ്രീമിലേക്ക്, നമ്മളുടെ ആ സ്വപ്നം, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമുക്ക് സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെല്ലാം ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് സ്വപ്നം കാണാൻ നമ്മളെ തന്നെ അനുവദിക്കുക എന്നുള്ളതാണ്, അല്ലെ? അതൊരു വലിയ കാര്യമാണ്. നമ്മളെ തന്നെ വിശ്വസിച്ച് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ ശ്രമിച്ചാലേ ജീവിതത്തിന് അർത്ഥം തോന്നുകയുള്ളൂ. പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു വലിയ തെറ്റ് എന്താണെന്നറിയാമോ? നമ്മൾ ആ വളർന്നു വരുന്ന ഒരു സ്റ്റേജിൽ, കൗമാരത്തിലും യൗവനത്തിന്റെ ആ ഒരു സമയത്തിലുമൊക്കെയും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ആ ഒഴുക്കിനൊത്തു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തെക്കുറിച്ച് തിരികെ ചിന്തിക്കുന്ന, നമ്മുടെ തന്നെ ലൈഫിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും. ആ ഒരു സമയത്ത് ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ നേടിയത്, അല്ലെ എൻ്റെ ജീവിതം ഇത്രയും വെറുതെ ഞാൻ കളഞ്ഞ വർഷങ്ങളെ ഓർത്ത് പലപ്പോഴും പലരും നിരാശപ്പെടാറുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും ആ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ തിരികെ പിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു നിരാശയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മളോട് തന്നെ നമുക്ക് സ്നേഹവും ബഹുമാനവും അല്ലെ ഇഷ്ടവും തോന്നുന്ന തരത്തിൽ, നമ്മളുടെ ജീവിതത്തിന് അർത്ഥം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കും കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാലേ, അല്ലെ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതം ഒരു സക്സസ് ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അവസരങ്ങളും സമയവും ഒക്കെ ഞാൻ ശരിക്കും വിനിയോഗിച്ചു എന്ന് നമുക്കൊരു തിരിച്ചറിവും ഒരു ആത്മസംതൃപ്തിയും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എലനോർ റൂസ്വെൽറ്റ് പറഞ്ഞതുപോലെ, ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് who believe in the beauty of their dreams. Be happy, be confident.